ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയൊരു പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന. 60 വയസ്സിന് ശേഷം മാസം തോറും 3000 രൂപ പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. നമ്മുടെ നാട്ടിലെ ഓട്ടോ ഡ്രൈവർമാർ, വീട്ടുവേല ചെയ്യുന്നവർ, കെട്ടിടം പണിക്ക് പോകുന്നവർ, വഴിയോര കച്ചവടക്കാർ എന്നിങ്ങനെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ആർക്കും ഇതിൽ പങ്കാളികളാകാം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ ചിന്തിക്കുന്നത് പെൻഷൻ എന്നത് സർക്കാർ ജോലിക്കാർക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്നാണ്. എന്നാൽ 2026 പുതുക്കിയ നിയമങ്ങൾ പ്രകാരം ഈ ഒരു പദ്ധതിയിലൂടെ ഏതൊരു സാധാരണക്കാരനും അന്തസ്സായി ജീവിക്കാൻ ആവശ്യമായ തുക ഉറപ്പാക്കാൻ സാധിക്കും. ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മാസം എത്ര രൂപയാണോ ഇതിലേക്ക് അടയ്ക്കുന്നത് അത്രയും തന്നെ തുക കേന്ദ്ര സർക്കാരും നിങ്ങളുടെ പേരിൽ നിക്ഷേപിക്കും എന്നതാണ്. അതായത് നിങ്ങളുടെ നിക്ഷേപം അപ്പോൾ തന്നെ ഇരട്ടിയാക്കുന്നു എന്ന് ചുരുക്കം. ഇനി ഈ പദ്ധതിയിൽ ആർക്കൊക്കെയാണ് ചേരാൻ കഴിയുക എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും ഇതിൽ അംഗമാകാം. നിങ്ങളുടെ മാസ വരുമാനം 15,000 രൂപയിൽ താഴെയായിരിക്കണം. കൂടാതെ നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കുന്നവർ ആകരുത്. അതുപോലെ PF, ESI തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങൾ ഉള്ളവർക്കും ഈ പദ്ധതിയിൽ ചേരാൻ കഴിയില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പദ്ധതിയിൽ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് പലർക്കും സംശയമുണ്ട്. കേരളത്തിൽ ഇത് വളരെ എളുപ്പമാണ്. നമ്മുടെ വീടിനടുത്തുള്ള അക്ഷയ കേന്ദ്രം വഴിയോ അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ ഈ അപേക്ഷ സമർപ്പിക്കാം. നിങ്ങളുടെ ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ട് ബുക്കും ഒരു മൊബൈൽ ഫോണും മാത്രം കയ്യിൽ കരുതിയാൽ മതി. അക്ഷയ കേന്ദ്രത്തിൽ പോയി വിരലടയാളം പതിപ്പിച്ചാൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ മാൻധൻ പെൻഷൻ കാർഡ് ലഭിക്കും. ആദ്യത്തെ മാസത്തെ വിഹിതം നിങ്ങൾ അവിടെ നേരിട്ടടയ്ക്കണം. ബാക്കി മാസങ്ങളിലെ പണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കൃത്യമായി കുറഞ്ഞുകൊള്ളും. ഇനി ഇതിന്റെ ലാഭത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചാണ് തുക നിശ്ചയിക്കുന്നത്. ഉദാഹരണത്തിന് 18 വയസ്സുള്ള ഒരാളാണ് ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ മാസം വെറും 55 രൂപ മാത്രം അടച്ചാൽ മതി. 29 വയസ്സുള്ള ഒരാൾക്ക് 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർക്ക് 200 രൂപയുമാണ് മാസവരി സംഖ്യ. 60 വയസ്സാകുന്നത് വരെ നിങ്ങൾ ഈ തുക അടയ്ക്കണം. 60 വയസ്സ് കഴിഞ്ഞാൽ മുതൽ നിങ്ങൾക്ക് മാസം തോറും 3000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങും. മറ്റൊരു പ്രധാന ചോദ്യം, ഒരുപക്ഷെ നിക്ഷേപകൻ മരിച്ചുപോയാൽ എന്ത് സംഭവിക്കും എന്നതാണ്. പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിക്ഷേപകൻ മരിക്കുന്നതെങ്കിൽ പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ നിക്ഷേപകന്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി പെൻഷൻ തുടങ്ങുന്നതിന് മുൻപാണ് മരണമെങ്കിൽ പങ്കാളിക്ക് വേണമെങ്കിൽ ഈ പദ്ധതി തുടർന്നു കൊണ്ടുപോകാം. അതല്ലെങ്കിൽ അതുവരെ അടച്ച തുകയും പലിശയും വാങ്ങി പിന്മാറാം. ഇത്രയും വലിയൊരു സുരക്ഷ മറ്റൊരു പെൻഷൻ പദ്ധതിയും നൽകുന്നില്ല. പലരും വരുന്ന ചില തെറ്റുകൾ കൂടി പറയേണ്ടതുണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണമില്ലാതെ വന്നാൽ തവണകൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. പണം മുടങ്ങിയാൽ കുറഞ്ഞ പിഴയടച്ച് അക്കൗണ്ട് പുനഃസ്ഥാപിക്കാം. 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അടച്ച തുകയും സേവിങ്സ് ബാങ്ക് പലിശയും തിരിച്ചു കിട്ടും. 10 വർഷത്തിന് ശേഷമാണ് പിന്മാറുന്നതെങ്കിൽ പദ്ധതിയിലെ യഥാർത്ഥ പലിശ നിരക്കിലുള്ള ലാഭം നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് പണം നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. കേരളത്തിലെ അസംഘടിത തൊഴിലാളികൾക്ക് ഈ പദ്ധതിയെക്കുറിച്ച് വലിയ ധാരണയില്ല. പ്രത്യേകിച്ച് ലോട്ടറി വിൽപ്പനക്കാർ, മീൻ കച്ചവടക്കാർ, തോട്ടം തൊഴിലാളികൾ തുടങ്ങിയവർക്ക് ഇത് വലിയൊരു മുതൽക്കൂട്ടാണ്. 2026 കണക്കുകൾ പ്രകാരം ഏകദേശം 42 കോടി തൊഴിലാളികൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അവസാനമായി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇതൊരു ഗവൺമെന്റ് പദ്ധതി ആയതുകൊണ്ട് തന്നെ OTP നമ്പറുകളോ ബാങ്ക് പാസ്വേഡോ ആരെങ്കിലും ഫോണിലൂടെ ചോദിച്ചാൽ നൽകരുത്. എല്ലാ കാര്യങ്ങളും നേരിട്ട് പോസ്റ്റ് ഓഫീസിലോ അക്ഷയ കേന്ദ്രത്തിലോ മാത്രം പോയി ചോദിക്കുക. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഇന്നെടുക്കുന്ന ചെറിയൊരു തീരുമാനം നാളെ നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും.